എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ആവിയിൽ വെന്ത ഏത്തപ്പഴം ഉണ്ടയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് ധൈര്യമായിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതുമാണ്. ഏത്തപ്പഴമൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലൊന്ന് തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ അവർ ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പവും 4 മണിക്കൊരു കട്ടൻ ചായക്കൊപ്പം വിളമ്പാനും സൂപ്പറാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും ആവിയിൽ വേവിച്ചെടുത്ത ഏത്തപ്പഴം ഉണ്ട തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പറാകാനും മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഏത്തപ്പഴം ഉണ്ട തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 4 ചെറിയ ഏത്തപ്പഴമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. നമുക്ക് ഈ പഴത്തിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. പഴം കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനിയൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴമാണ് പാനിലേക്ക് ചേർക്കേണ്ടത്. നമുക്ക് ഈ പഴം നല്ല പോലെ നെയ്യിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പഴം വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ ഒന്ന് ഉടച്ചുകൂടി എടുക്കണം. പഴം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പഴം ഉടച്ചെടുക്കാനും സാധിക്കും. വളരെ എളുപ്പത്തിൽ തന്നെ പഴം നല്ല പോലെ ഉടഞ്ഞ് ഒന്ന് ഉരുണ്ട് വരുന്ന പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് 100 ഗ്രാം അളവിൽ ശർക്കര 1 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ്. ഇത് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ശർക്കര പാനി നല്ല പോലെ ഒന്ന് തിളച്ച് വരണം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർക്കാം. പഞ്ചസാര ചേർക്കുന്നത് ശർക്കര പാനിയുടെ കുത്തൽ ഒന്ന് ഒഴിവാകുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം അരമുറി നാളികേരം തിരുമിയത് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നല്ലൊരു സ്വാദ് കിട്ടുന്നതിനായിട്ട് 1 ടീസ്പൂൺ അളവിൽ തന്നെ ഏലക്കപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ നല്ല ജീരകവും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വറുത്ത അരിപ്പൊടി കൂടെ ചേർക്കാം. അരിപ്പൊടി ചേർക്കുമ്പോൾ തരിയില്ലാത്ത പൊടി വേണം ചേർക്കാനായിട്ടും. അരിപ്പൊടിക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടിയും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അരിപ്പൊടിയും പഴവും കൂടെ നല്ലപോലെ യോജിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. പൊടി നല്ല മയത്തിൽ കുഴഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലേക്കൊന്ന് ഉരുണ്ട് പാകമായി കിട്ടും. അതിനുശേഷം നമ്മുടെ കൈ കൊണ്ടാണ് മയത്തിൽ കുഴച്ചെടുക്കേണ്ടത്. ഞാനിവിടെ പൊടി ഇതുപോലെ ഒന്ന് മയത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. തൊട്ട് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളതും. ഇനി നമ്മുടെ കൈ ഒന്ന് നനച്ചതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റാവുന്നതാണ്. ആദ്യ ബോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന ഈ ഒരു പലഹാരത്തിന് അധികം ഒന്നും മധുരം ഉണ്ടാവില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടെ മധുരമൊക്കെ ചേർത്ത് തയ്യാറാക്കാനാണെങ്കിൽ കുറച്ചും കൂടെ മധുരമൊക്കെ ചേർക്കാവുന്നതുമാണ്. ഇനി എല്ലാ ബോളും നമുക്ക് ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഏത്തപ്പഴം ഉണ്ട ഞാൻ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മേലെയായിട്ട് ഓരോ കാഷ്യൂസും വെച്ച് കൊടുത്ത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവിയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു ആവിപ്പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഓരോ ഉണ്ടയും നമുക്ക് ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. 5 മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ടാണ് നമുക്ക് ഈ ഉണ്ട ഒന്ന് വേവിച്ചെടുക്കേണ്ടതും. 10 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ ഉണ്ട നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒന്ന് കുത്തി നോക്കിയപ്പോൾ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം തണുത്ത് വരുമ്പോൾ ഒരു സെർവിംഗ് ബൗളിലേക്ക് കൂടെ മാറ്റാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ്. എല്ലാവരും വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു പലഹാരത്തിന്റെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പറാകാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ കൂടിയെത്താം. അതുവരെ സ്നേഹത്തിന്റെ ഭാഷയിൽ വീണ്ടും കാണാം.